രാമേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ തലവാചകം നായർ ഈഴവ സഖ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. പല രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു സഖ്യത്തെക്കുറിച്ചുള്ള വാർത്ത വരുമ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്ന ഒരു കാര്യം, എന്താണ് അതിൻ്റെ ഒരു നെസസിറ്റി, എന്താണ് അതിൻ്റെ ഒരു ആവശ്യം? അത് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല, ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുമില്ല. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കെട്ടിപ്പിടിച്ചാൽ നായർ ഈഴവ സഖ്യമാകില്ലല്ലോ. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിന് ആസ്പദമായ കാരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെടൂ. പിന്നെ അതിനകത്തുള്ള ഗൂഢമന്ത്രങ്ങളാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് പെട്ടെന്ന് വന്നു പെട്ടെന്ന് പൊളിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂടി നടത്താൻ തീരുമാനിച്ചിരുന്ന ഈ എന്താണ് കൂടോത്രം എന്ന് വേണമെങ്കിൽ പറയാം, അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഇത് എക്സ്പോസ്ഡായി. അങ്ങനെ എക്സ്പോസ്ഡായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് സുകുമാരൻ നായർ പറയുന്നത് ഇതൊരു പ്രായോഗികമായ സാധ്യതയില്ലാത്തതാണ്, അതുകൊണ്ട് ഞാനങ്ങ് ഉപേക്ഷിക്കുന്നു. എന്താണ് ഇതിൻ്റെ കളികൾ ശരി? ഇത് നമ്മൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുമ്പോൾ ഇവർ ഈ പറഞ്ഞ നായർ ഈഴവ സഖ്യം നമ്മൾ ചർച്ച ചെയ്യണോ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണ്ടെന്ന് വെച്ചതാണ്. കാരണം ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അല്ല, അതിൻ്റെ ഒരു റീസൺ പോലും അവർ പറയുന്നില്ല. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഒരു യുക്തി മനസ്സിലാവും. ഈ സി അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു വന്നേ, ഈ നായർ ഈഴവ സഖ്യം വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചു വന്നു. അപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞു, 40-40 കൊല്ലം ഇത് വർക്കൗട്ടായിട്ട് അതിലിപ്പോ 35 വയസ്സുള്ളൊരു കുട്ടിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് രാമൻകുട്ടിയുടെ ഭാര്യ ഈഴവയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ വ്യക്തിപരമായ ജീവിതത്തിൽ പല ആളുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തിപ്പോ ഇത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോ ഈ പെരുന്ന സുഖു പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് പ്രായോഗികമല്ല എന്ന് മനസ്സിലായി. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത് വിജയിക്കില്ലെന്ന് ഉറപ്പായി. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കടൽക്കിഴവന്മാര് തന്നിഷ്ടപ്രകാരം തീരുമാനിച്ചിട്ട് പറഞ്ഞാണ്. അവർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. ഇങ്ങനെ ഈ ചിഹ്നൻ ബാധിക്കുന്ന പ്രായമാണല്ലോ ഇത്. അപ്പോൾ SNDP യോഗം കൗൺസിൽ ഇയാൾ പറഞ്ഞ ശേഷമാണ് അംഗീകരിച്ചത്, ഇങ്ങനെ ഐക്യമായിക്കോട്ടെ എന്ന്. ഈ സുകുമാരൻ നായർ പറഞ്ഞ ശേഷം പിന്നെ ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ വെക്കുകയാണ്. നമുക്കറിയില്ല ഈ ഡയറക്ടർ ബോർഡിന്റെ അകത്ത് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായോ എന്നറിയില്ല. കാരണം ഡയറക്ടർ ബോർഡ് ഇയാളുടെ റാൻ മൂളികളുടെ ഒരു ഡയറക്ടർ ബോർഡ് ആയിരുന്നു ഇതുവരെ. ഇനി അതിൻ്റെ അകത്ത് ഭിന്ന സ്വരങ്ങൾ ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം ഇത് ഒരു SNDP യോഗ ഒരു കുടുംബ നടത്തിപ്പാണല്ലോ. ഇതുപോലൊരു കുടുംബ നടത്തിപ്പ് ഈ സുകുമാരൻ നായരും മകള് സുജാതയും കൂടി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മരുമകനെതിരെ കേസൊക്കെ ഉണ്ട്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ബാങ്ക് ജോലി ഉണ്ടായതിൻ്റെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഈ സർക്കാരൊക്കെ ആണല്ലോ. ആ കേസൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് വാസവന് ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഈ ഡയറക്ടർ ബോർഡിലെ ഒരു എതിർപ്പ് കൊണ്ടാണോ? അങ്ങനെയല്ല, ഞാൻ തന്നെയാണ് ഇത് ഡയറക്ടർ ബോർഡിൽ ഇത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞതെന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ തന്നെ അത് സംശയാസ്പദമാണ്. കാരണം പ്രത്യേകം അങ്ങനെയോട് ആരും ചോദിച്ചില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാനും സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ള തോന്നലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ മുസ്ലിം വിരുദ്ധത കുറേ നാളായിട്ട് ഇയാൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സഖ്യമാണിത്. വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പായിട്ടും ഈ മറ്റേ തുഷാർ ആണ് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ് ചർച്ചയ്ക്ക്. അപ്പോൾ എൻ്റെ മകനെ പോലെ ഞാൻ സ്വീകരിക്കും എന്ന് പറയുകയും ചെയ്തതാണ്.
അപ്പോൾ തുഷാറാണ് പോകുന്നത്, NDA നേതാവാണ് പോകുന്നത് എന്നുള്ള കാര്യം പുതുതായിട്ട് ഉണ്ടായതൊന്നുമല്ല. നേരത്തെ അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. കാരണം തുഷാർ എന്ന് പറഞ്ഞൊരു മോനുണ്ട് എന്നുള്ള കാര്യം ഒക്കെ അറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങ് ചെല്ലുന്നുള്ളതും ഒക്കെ അറിയാം. അപ്പൊ അതൊന്നുമല്ല കാരണം. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീധരൻപിള്ള പോയി കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്താണത് ബോധിപ്പിച്ചിട്ടുള്ളത്? ഇവര് പറയുന്ന കേസുകളെക്കാൾ കുഴപ്പം പിടിച്ച വല്ല കേസുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് എനിക്കറിയാം, പക്ഷെ പറയുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പം പിടിച്ചത്, റെയ്ഡിനൊക്കെയുള്ള സ്കോപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യം, മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയെന്നുള്ളതാണ്. ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി നോക്കണമല്ലോ. മുരാരി ബാബു ഈ പെരുന്നേൽ തന്നെയുള്ള യൂണിയന്റെ ഭാരവാഹിയായിരുന്നല്ലോ. മറ്റേ ഈ കൊള്ള, ശബരിമല കൊള്ള, വലങ്കയും ഒക്കെയാണ് സുകുമാരൻ നായരുടെ. അപ്പൊ മുരാരി ബാബു എന്തായാലും എന്ന് പറഞ്ഞാൽ ED ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ഇതാണ് ഈ പറഞ്ഞു വരുന്നത്. ശ്രീധരൻപിള്ള പോയതുമായിട്ടത് എന്തെങ്കിലും നമ്മൾ ഊഹിക്കണം എന്നുണ്ടെങ്കിൽ മുരാരി ബാബു എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. അയാൾ വേണ്ടപ്പെട്ട ആളാണ് സുകുമാരൻ നായർക്ക്. എന്ന് പറഞ്ഞാൽ കേസ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ മാത്രമല്ല ഉള്ളത്, കേന്ദ്രത്തിൻ്റെ കയ്യിലും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ED ഉണ്ട്. ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ ED ഉണ്ട്. അപ്പോൾ മുരാരി ബാബു എന്തായാലും ഉണ്ടല്ലോ. അത് വേണ്ടപ്പെട്ട ആളുമാണല്ലോ. തൊട്ട് താഴെയുള്ള ആളല്ലേ, പെരുന്നയിൽ തന്നെയുള്ള ആളാണല്ലോ. പണ്ട് ഭാസ്കരൻ നായർ മറ്റേ പ്രസിഡൻ്റായിരുന്ന കാലത്ത് മുരാരി ബാബുവിനെ ഇതിനകത്തേക്ക് കയറ്റി വിട്ടതൊക്കെയാണ്. ഒരു പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ടത്. NSS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. എളുപ്പത്തിലൊന്നും കൈകഴുകി പോകാൻ പറ്റിയ പ്രശ്നമല്ല അത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇത് വേണ്ട, നായർ ഈഴവ സഖ്യം വേണ്ട എന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതിൻ്റെ തലേന്ന് ശ്രീധരൻപിള്ള പോയിട്ടുണ്ട് എന്നുള്ളത്, ശ്രീധരൻപിള്ള വെറുതെ മറ്റേ ജിലേബി തിന്നാൻ പോയതല്ലല്ലോ. രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് അത് പിൻവലിക്കാൻ എന്നാണ് എനിക്കറിയാവുന്ന രാഷ്ട്രീയം വെച്ച് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നതും അങ്ങനെ തന്നെയാണ്. ശ്രീധരൻപിള്ളയാണ് ഇതിൻ്റെ പിവട്ടൽ പൊസിഷനിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സന്ദർശനത്തിലൂടെ അദ്ദേഹം ഈ പെരുന്നയിലെ പോപ്പിനോട് പറഞ്ഞ കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഈ തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇയാളുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടല്ല. ആ അഭിപ്രായം ഉണ്ടാവില്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതല്ല ഇവരൊക്കെ സ്വാധീനിക്കുന്നത്. ഇവരുടെ തീരുമാനങ്ങൾ വരുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് കടൽക്കഴുവന്മാരുടെയും തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് കേസുകളാണ്. അതായത് ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസുകൾ. കേന്ദ്ര ഗവൺമെന്റും അതേപോലെ കേരള ഗവൺമെന്റും ഈ രണ്ടുപേരെ ഇങ്ങനെ ഞെക്കി പീഡിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പൊ അവര് പറയുന്നതിനനുസരിച്ച് ഇവര് ആടിക്കളിക്കും. അപ്പൊ പിണറായി വിജയൻ നിങ്ങൾ നായർ ഈഴവ സഖ്യം ഉണ്ടാക്കിയിട്ട് LDFന് ജയിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ സഖ്യം ഉണ്ടാക്കി. വേറൊരു സന്ദേശം ഡൽഹിയിൽ നിന്ന് വന്നു, ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ആ നായർ ഈഴവ സഖ്യം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ രണ്ടുപേരും പറഞ്ഞതും കേട്ട് അതാണല്ലോ സംഭവിച്ചത്. ആദ്യത്തെ കാരണം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് മകനെ പുള്ളി കേന്ദ്രത്തിൽ നിർത്തിയിട്ടുണ്ട്. പുള്ളി സ്വന്തം നിലയ്ക്ക് പിണറായിയുടെ കൂടെയും സഞ്ചരിക്കുന്നുണ്ട്. രണ്ടു വള്ളത്തിൽ കാൽ വെച്ചിട്ട്. സുകുമാരൻ നായരുടെ പ്രശ്നം പുള്ളിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണത് രണ്ടും അതാണ്. പുള്ളിക്ക് കേന്ദ്രത്തിനെയും സംസ്ഥാനത്തിനെയും ഒറ്റയ്ക്ക്. കാരണം പുള്ളിക്ക് ഒരു മകനില്ല ഇങ്ങനെ കേന്ദ്രത്തിൽ നിർത്താനേ. അതിന്റെ പ്രശ്നം പുള്ളിക്ക് വല്ലാതെ ആശങ്കകളും ഉത്കണ്ഠകളും ഒക്കെ ഉണ്ട്. ഈ പ്രായത്തിൽ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ അല്ലേ വേലിക്കൽ ഇന്ന പാമ്പിനെ എന്ന് വീട്ടിലുള്ളവരും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കാണുമല്ലോ. അല്ല, ശ്രീധരൻപിള്ള വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടാവും. ശ്രീധരൻപിള്ളയാണ് ഇതിലെ താരം. അതെ. അപ്പോ എന്തിനാണ് ഇനി ഈ ആവശ്യമില്ലാത്ത, ഒന്നാമത് ഈ ഇങ്ങനൊരു സംഭവം 2012 മറ്റേ ഇവർ രണ്ടുപേരും കൂടി മറ്റേ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് തുടങ്ങിയിട്ട് നടന്നിട്ടില്ല. പണ്ട് R ശങ്കറും അന്നുണ്ടായിരുന്ന കാലത്ത് അവർക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇത് നടന്നില്ല.
ഒന്നാമത് ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കില്ലേ? അതാണ് പ്രശ്നം. അങ്ങനെ ഇത് ചെറിയ തോതിലൊന്നുമല്ല ഈ മുളച്ചു നിന്നത്, മൊത്തം എക്സ്പോസ്ഡ് ആയി. ഒരു കാര്യമില്ലാത്തൊരു സംഗതി ഏച്ച് കെട്ടിയ പോലെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഈ ഏച്ച് കെട്ടിയാൽ മുളച്ചിരിക്കും എന്ന് സാധാരണ പറയുമല്ലോ. ഇത് ഈ മുളച്ചിരിക്കുന്നത് അത് ഭീകരമായിപ്പോയി. 1 കിലോമീറ്റർ നീളത്തിലൊക്കെ മുളച്ചിരിക്കുന്ന പോലെ ആയിപ്പോയി. ഇത് മൊത്തത്തിൽ എക്സ്പോസ്ഡ് ആയിപ്പോയി. നാട്ടുകാർക്ക് മനസ്സിലായി, ആകമാന നായന്മാർക്കും മനസ്സിലായി. അങ്ങനെ സുകുമാരൻ നായർ മൊത്തത്തിലൊരു നാറ്റക്കേസായി. കാരണം അയാൾ ഈ സമയത്ത് സമദൂരം എന്ന് പറഞ്ഞത് പൊളിഞ്ഞുപോയി. അതായത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലായി എന്ന് പറയുന്നത്. സമദൂരത്തിന് പകരം LDFന്റെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ആണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല എന്നുള്ളത് എക്സ്പോസ്ഡ് ആയി. സതീശനെ, VD സതീശനെതിരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു അനാവശ്യ സഖ്യമാണെന്നുള്ളതും ഒക്കെ വ്യക്തമായി. അപ്പം അങ്ങനെ ഒരു ഇടപെടൽ മറ്റേ ശ്രീധരൻ പിള്ള വഴി കേന്ദ്രം കൊടുത്തൊരു സന്ദേശമാണിത് പൊളിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.